ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ മിക്കവരുടെയും പ്രശ്നമാണല്ലോ ഈ പല്ലിൽ മഞ്ഞ കളർ വരലും കറ പിടിക്കലൊക്കെ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ മാറ്റാം കേട്ടോ. അതിനുള്ള എളുപ്പവഴികളുണ്ട്. അപ്പോൾ 2 സിമ്പിൾ ട്രിക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്തു തരണേ. പിന്നെ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പാത്രത്തിൽ 1 സ്പൂണ്, ഈ സ്പൂണിൽ വലിയൊരു സ്പൂണ് അപ്പസോഡ എടുക്കുകയാണ് കേട്ടോ. അതായത് ബേക്കിംഗ് സോഡ. പിന്നെ നമ്മൾ അതിലേക്ക് ചെയ്യണത് പകുതി നാരങ്ങാനീര് പിഴിയണം കേട്ടോ. പകുതി ഫുള്ളായിട്ട് പിഴിയണമെന്നില്ല. നല്ല തിക്കും ആവാൻ പാടില്ല, നല്ല ലൂസായിട്ടും ആവാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ ചേർത്തിട്ട് നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ ബേക്കിംഗ് സോഡയിൽ നമ്മൾ നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ തന്നെ ഒരു പത വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി നേരം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം, ഇത്രയും ലൂസാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ലൂസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് പല്ലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സായിട്ട് 1 സെക്കൻഡ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പല്ലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബ്രഷ് ചെയ്ത് കഴുകി കളഞ്ഞാൽ പല്ല് നല്ല കളറ് വരും, കറകളും എല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പാത്രത്തേക്ക് വീണ്ടും മറ്റത് കളഞ്ഞിട്ട് ബേക്കിംഗ് സോഡ എടുക്കുകയാണ് കേട്ടോ. 1 സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുറച്ചായിട്ട് എടുക്കുന്നത് കൊണ്ട് 3 പ്രാവശ്യം എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്പൂണിന് 1 സ്പൂണ് എടുത്താൽ മതി ബേക്കിംഗ് സോഡ. പിന്നെ ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്നൊക്കെ പറയുമല്ലോ, സോഡ പൊടി ഒക്കെ പറയും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കണത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു പിഞ്ച്, നല്ല തുള്ളിയാവാൻ പാടില്ല. ഇത്തിരി നമ്മുടെ അപ്പസോഡ എത്ര എടുത്തെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് എടുക്കാൻ പാടുള്ളൂ. നല്ല അപ്പസോഡയ്ക്ക് അത്രയൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ആ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ അടുത്തത് നമ്മൾ ചേർക്കണ ഒരടപ്പിൽ ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരളവ് പറയാനൊന്നുമില്ല. നമുക്ക് എത്രയാണോ നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ആ കുരുവൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഇത് പിഴിഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കാൻ പോണത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് കോൾഗേറ്റ് ആണ്. അപ്പോൾ പേസ്റ്റ് നമ്മൾ അതിന് പാകത്തിനുള്ള പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ 4-5 ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും കൊണ്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് 1 സെക്കൻഡ്, ഇത്തിരി നേരം വെക്കണം കേട്ടോ. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, എന്നാലും ഒരു 2-3 സെക്കൻഡ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മളിത് കയ്യിൽ എടുക്കുകയാണ്. സ്പൂണും കൊണ്ട് കയ്യിലാക്കിയിട്ട് നമ്മൾ സാധാ പേസ്റ്റ് എടുക്കൂലേ, അതുപോലെ ബ്രഷിലല്ല, ഇത് കയ്യിൽ ഇത്തിരി എടുത്തിട്ട് പിന്നെ ബ്രഷ് ഉപയോഗിച്ച്, നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്ന പോലെ തേക്കുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യല്ല, ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുകയാണ് ചെയ്യണത്. ഇതിൽ പേസ്റ്റും എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ഇതും കൊണ്ട് കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ ഇതെടുത്തിട്ട് പല്ല് തേക്കുകയാണെന്ന് വെച്ചാൽ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ തേക്കുകയാണെന്ന് വെച്ചാൽ പല്ലിൽ കറകളും മഞ്ഞ കളറും എല്ലാം പോയി നല്ല അടിപൊളി പല്ലായി കിട്ടും കേട്ടോ. അപ്പോൾ പല്ലിന് കുഞ്ഞു പ്രായം കൊണ്ട് പല്ലിന് ഇത്തിരി അകലം അതൊക്കെ ഉണ്ടാവും, കുറേ കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ